كفاني علم ربي من سؤال. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ജിന്നിൻ്റെ സാന്നിധ്യമുള്ള വീടുകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ, അത് മറ്റൊരു ലക്ഷണത്തിലേക്ക് നമ്മൾ പോകുകയാണ്. വീടുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യാത്ത, വീട്ടിലെ നിലവിൽ അവിടെ താമസിക്കുന്ന ആളുകൾ ഉപയോഗിക്കാത്ത വസ്തുക്കൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക. പഴയ വസ്ത്രങ്ങളാവാം, അല്ലെങ്കിൽ പൈസ പോലുള്ള സാധനങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട സാധനങ്ങളാകാം, മലം പോലുള്ള അല്ലെങ്കിൽ രക്തക്കറകൾ പോലെ. വീടിൻ്റെ കോലായിൽ അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ രക്തക്കറകൾ തുടർച്ചയായ ദിവസങ്ങളിൽ എന്തോ മുറിവേറ്റതിൻ്റെ ഒരു ലക്ഷണം, മുറിവേറ്റാൽ ഉണ്ടാകുന്ന രക്തത്തുള്ളികൾ, ഇത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും നടന്നു പോയതിൻ്റെ കാൽപ്പാടുകൾ, വീട്ടിൻ്റെ ഉള്ളിൽ ഒരു ചെളി ചവിട്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മൃഗമോ മറ്റെന്തെങ്കിലും നടന്ന, അത് ഒരു ദിവസമല്ല പല ദിവസങ്ങളിൽ നിരന്തരമായിട്ട് കാണുക. അല്ലെങ്കിൽ കുറച്ച് ദിവസം കണ്ട് പിന്നെ കുറച്ച് നാൾ കണ്ടില്ല, പിന്നെ വീണ്ടും കാണുന്നു, ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ തലയണ, വളരെ പഴക്കമുള്ള തലയണ, അധികവും അങ്ങനെ ഒരു പഴക്കം വന്ന സാധനങ്ങൾ കാണാറുണ്ട്. അതിൽ പുതിയതും കാണുക അപൂർവമായിട്ട് സംഭവിക്കുന്നുണ്ട്. അവ നാം വീട്ടിൽ കൈകാര്യം ചെയ്യാത്ത സാധനങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത്തരം വിഷയങ്ങൾ ജിന്ന് സാന്നിധ്യമുള്ള വീടുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇവിടെ ഒന്ന് മനസ്സിലാക്കാനുള്ള വിഷയം, ഈ ജിന്ന് സാന്നിധ്യമുള്ള വീടുകളെന്ന് പറയുമ്പോൾ മറ്റു വീടുകളിൽ നിന്നും ജിന്നിൻ്റെ സാന്നിധ്യമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മിക്ക വീടുകളിലും മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന മിക്ക സ്ഥലങ്ങളിലും പള്ളികളിൽ വരെ ജിന്നിൻ്റെ സാന്നിധ്യം, പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ആ വിഷയത്തിൽ ബോധവാന്മാരായിരിക്കണം. ഒരു മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ജിന്നിനെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്. ആ ജിന്നിന് കരീൻ എന്ന് പറയപ്പെടും. ഹദീസിൽ അങ്ങനെയാണ് വരുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കരയുന്നത് പിശാചിൻ്റെ കുത്തേറ്റ് കൊണ്ടാണെന്നും, ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു പിശാചിനെ, ഒരു ശൈത്താനെ അവന് കൂട്ടാളിയായി നിശ്ചയിക്കപ്പെടുമെന്നും, ആ കൂട്ടാളി അവനോടും ജീവിതത്തിൽ ആ കൂട്ടാളി ചെയ്യുന്ന ഒരു ദൗത്യം മനുഷ്യനോട് മോശമായ കാര്യങ്ങൾ കൽപ്പിക്കുക, മോശമായ കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുക, ഈ ഒരു ഡ്യൂട്ടിയാണ് ആ ജിന്ന് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ജന്മം മുതൽ തന്നെ അവനോടൊപ്പം ഒരു പിശാച് കരീനുണ്ട്. കരീൻ എന്ന പ്രയോഗം ഖുറാനിൽ തന്നെ വേറെ അർത്ഥത്തിലല്ല, പിശാചിൻ്റെ ഈ കൂട്ടാളി എന്ന ഈ ജന്മനായുള്ള കൂട്ടാളിയെ കൂടാതെ വേറെ രീതിയിൽ മനുഷ്യന് കൂട്ടാളി ഉണ്ടാവാം. അത് വേറെ ഒരു സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ജിന്നുകൾ മിക്ക സ്ഥലങ്ങളിലും ജിന്നുകളുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ആ ജിന്നുകൾ നിലകൊള്ളുന്ന സ്പേസ് മനുഷ്യരായ നമ്മൾ നിലകൊള്ളുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നൊരു സ്പേസിലല്ല. അത് ആത്മീയമായ അല്ലെങ്കിൽ നിഗൂഢമായ മറ്റൊരു റൂട്ടും അല്ലെങ്കിൽ അതിന് മറ്റൊരു രേഖയും മറ്റ് നിയമങ്ങളുമൊക്കെ അവർക്കുണ്ട്. ആ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ കൈകാര്യങ്ങളോ അവരുടെ സാന്നിധ്യമോ നമുക്ക് ദോഷകരമായി ബാധിക്കാറില്ല. പക്ഷേ അത് ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ ചില കാരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ നിലകൊള്ളുന്ന താമസിക്കുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ജിന്നുകളുടെ സാന്നിധ്യം അറിയിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർ നമ്മളെ നിരന്തരം ബുദ്ധിമുട്ടി വയ്ക്കുന്ന വിധത്തിൽ ചില ലക്ഷണങ്ങൾ സംഭവിക്കുന്നത് എന്ന് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. كفاني علم ربي من سؤال.